നമസ്കാരം. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ അങ്ങനെയാണെങ്കിൽ രാജ്യഭരണം നമുക്ക് പോരായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ ലോകത്തുണ്ട്. സ്വിറ്റ്സർലാൻഡിൻ്റെ ഡെമോക്രസി മോഡൽ. സ്വിറ്റ്സർലാൻഡിൽ അവിടെ പ്രധാനമന്ത്രി ഇല്ല, മുഖ്യമന്ത്രി ഇല്ല, മന്ത്രിമാരില്ല. അത് ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്. ആ ബോഡിയാണ് ഡിസിഷൻസ് എടുക്കുക. ആ ബോഡിക്ക് ഒരു ചെയർപേഴ്സൺ ഉണ്ട്. ഒരു വർഷം ഒരു ചെയർപേഴ്സൺ, ആ ചെയർപേഴ്സൺ റൊട്ടേറ്റ് ആകും. അവിടെ ഭരണപക്ഷമില്ല, പ്രതിപക്ഷമില്ല. ഈ മോഡൽ നമുക്ക് എങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും എങ്ങനെ നടപ്പിലാക്കാമെന്ന് നാം കൂട്ടായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെയുള്ള സകല പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ഇല്ലാത്ത അധികാരം ഉണ്ട് എന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാർക്കും ജനസേവകരാണ്. പക്ഷെ അവരിന്ന് ജനങ്ങളുടെ രാജാക്കന്മാരായി മാറി ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിച്ചു. ഇതാണ് പ്രശ്നം. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് മോഡൽ ഡെമോക്രസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ എങ്ങനെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് കൂട്ടായി ചിന്തിക്കാം. താങ്ക് യു.